ഹലോ, വെൽക്കം ടു സീബൽ ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വലിച്ചു നീട്ടി കാര്യങ്ങൾ പറയാതെ നമുക്ക് ചുരുക്കി ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കാം, ഇതിനുപയോഗിക്കുന്ന വേർഡുകളെ നമ്മൾ ഫ്രേസൽ വെർബ് എന്ന് പറയും. ഇത് ഒരു വെർബിൻ്റെ കൂടെ മറ്റു ചില വേർഡുകളോ അല്ലെങ്കിൽ അക്ഷരങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആ ഒരു വെർബിൻ്റെ അർത്ഥം ആയിരിക്കില്ല, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അർത്ഥമായിരിക്കും കിട്ടുക. ഫസ്റ്റ് വണ്ണാണ് ഗോ ഓഫ്. ഗോ എന്നാൽ പോവുക എന്നാണ് അർത്ഥം എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ ഗോ ഓഫ് എന്നതിൻ്റെ ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം വരുന്നത് പൊട്ടുക അല്ലെങ്കിൽ അലാറം അടിക്കുക, അണയുക, ഈ ഒരു രീതിയിലൊക്കെയാണ് ഗോ ഓഫ് എന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണം നോക്കാം. ഡോണ്ട് ടച്ച് ദിസ് ബോംബ്. ഡോണ്ട് ടച്ച് ദിസ് ബോംബ്. ഇറ്റ് മേ ഗോ ഓഫ് അറ്റ് എനി ടൈം. അല്ലെ, ബോംബിൽ തൊടരുത്. ഇറ്റ് മേ, ഇത് എന്താവാം, ഗോ ഓഫ് അറ്റ് എനി ടൈം, ഏത് നിമിഷവും പൊട്ടിയേക്കാം. ഇവിടെ പൊട്ടാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഗോ ഓഫ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചത്. ഇവിടെ മറ്റു വേർഡുകളൊന്നും തന്നെ പൊട്ടുക എന്നതിന് യൂസ് ചെയ്തിട്ടില്ല. അലാറം, അലാറം വെക്കാറുണ്ട് നമ്മളെല്ലാവരും. അലാറവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു അടിപൊളി ഫ്രേസൽ വെർബാണ് ഗോ ഓഫ്, അല്ലേ? എൻ്റെ അലാറം 6 മണിക്കടിക്കും. മൈ അലാം വിൽ ഗോ ഓഫ് അറ്റ് 6 AM. മൈ അലാം വിൽ ഗോ ഓഫ് അറ്റ് 6 AM. എൻ്റെ അലാം 6 മണിക്കടിക്കും. ഇവിടെ 6 മണിക്ക് അത് ശബ്ദമുണ്ടാക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഗോ ഓഫ് ആണ് ഉപയോഗിച്ചത്, അല്ലേ? അലാറം അടിച്ചിരുന്നോ, അല്ലേ? നമ്മൾ വൈകി എണീക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അലാറം അടിച്ചത് ഞാൻ കേട്ടില്ല, അടിച്ചിരുന്നോ. ഡിഡ് ദ അലാം go off, അല്ലേ? did the alarm clock go off? അലാറം ക്ലോക്ക് അടിച്ചിരുന്നോ. അവിടെ നമ്മൾ go off ആണ് ഉപയോഗിച്ചത്. അതുപോലെ എൻ്റെ അലാറം ഇന്ന് അടിച്ചില്ല, അല്ലേ? എന്തോ കാരണങ്ങൾ കൊണ്ട് അത് ഓഫായി പോയി. my alarm didn't go off this morning. didn't go off, അല്ലേ? ഇവിടെയെല്ലാം നമ്മൾ go off ആണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഒരു ഫ്രേസ് ഒരു അടിപൊളി ഫ്രേസൽ വെർബാണ്. ഓക്കെ, മറ്റൊരു നല്ല ഫ്രേസൽ വെർബാണ് ഗിവ് അപ്പ്. ഗിവ് എന്നാൽ നൽകുക എന്നാണ് നമുക്കറിയാം. എന്നാൽ ഇവിടെ ഗിവ് അപ്പ് എന്ന ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം വരുന്നത് സ്റ്റോപ്പ് ചെയ്യുക, നിർത്തുക എന്നതാണ്. സ്റ്റോപ്പ് എന്ന വേർഡ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഗിവ് അപ്പ് ഉപയോഗിച്ച് കാര്യങ്ങൾ പറയാം. ഐ ഗിവ് അപ്പ് ഈറ്റിംഗ് സ്വീറ്റ്സ്. ഐ ഗിവ് അപ്പ് ഈറ്റിംഗ് സ്വീറ്റ്സ്. ഞാൻ മധുരം കഴിക്കുന്നത് നിർത്തി, അല്ലേ? ഇവിടെ നിർത്തുക എന്നുള്ളതിന് സ്റ്റോപ്പ് എന്ന വേർഡേ യൂസ് ചെയ്തിട്ടില്ല. He gives up watching TV. He gives, അവിടെ he ആണ് സബ്ജക്റ്റ്, അതുകൊണ്ടാണ് നമ്മൾ gives s ചേർത്ത് കൊടുത്തത്, അല്ല? He gives up watching TV. അവൻ TV കാണുന്നത് നിർത്തി. He will give up his job. ഇവിടെ എന്താണ്, ഫ്യൂച്ചർ ടെൻസിലാണ്, ഭാവി കാര്യമാണ് പറയുന്നത്, വില്ലാണ് യൂസ് ചെയ്തത്. He will give up his job. അവൻ അവൻ്റെ ജോലി നിർത്തും അല്ലെങ്കിൽ ഉപേക്ഷിക്കും എന്ന രീതിയിൽ നമുക്ക് ഗിവ് അപ്പ് യൂസ് ചെയ്യാം. അതുപോലെ ഉപേക്ഷിക്കുക, അല്ലേ? നമ്മൾ ചിലരോട് പറയാറില്ലേ, നീ നിന്റെ പുകവലി നിർത്തണം അല്ലെങ്കിൽ മദ്യപാനം നിർത്തണം, അല്ലേ? ഉപേക്ഷിക്കണം. യു ഷുഡ് ഗിവ് അപ്പ് സ്മോക്കിംഗ്. യു ഷുഡ് ഗിവ് അപ്പ് സ്മോക്കിംഗ്. അപ്പോൾ സ്റ്റോപ്പ് എന്ന വേർഡ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഗിവ് അപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിർത്തണം അല്ലെങ്കിൽ ഉപേക്ഷിക്കണം എന്നൊക്കെ പറയാൻ സാധിക്കും. ഈ രണ്ട് ഫ്രേസൽ വെർബുകളും വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണേ.